നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിലെ ആയിഷയാണ് നമ്മോട് സംസാരിക്കുന്ന. കണ്ണൂരല്ലേ? അല്ല, മലപ്പുറം. കണ്ണൂര്. കണ്ണൂർക്കാരിയാണ്. അസീന ടീച്ചറൊക്കെ അറിയാം. അറിയാം, കണ്ടിട്ടുണ്ട്. നമ്മള് കണ്ണൂർ കാണാനുള്ള കൊതി കൊണ്ട് പോയി കണ്ടിട്ടുണ്ട്. പാപ്പൻഷയിൽ ഒരു മീറ്റപ്പ് തന്നെ. നമ്മളെ സ്വന്തം ആയിഷ എന്നല്ല ആയിഷ. അപ്പൊ നമ്മളെ കൂട്ടി കൊണ്ടുവന്നപ്പോ ഞങ്ങൾക്കൊക്കെ ആയിഷനെ അറിയാം. അതെ, എന്റെ ഭർത്താവിന്റെ പെങ്ങളെ മോളാ മരിയോളാ. തന്നെ. കുടുംബവും കൂടിയായല്ലേ? കുടുംബമായി. തുടങ്ങിക്കോടി. റിവ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കോഴ്സിലേക്ക് വരാൻ പറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോ ഇതുപോലെ പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. അൽഹംദുലില്ലാഹ്. എന്നുവെച്ചാൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 6 വർഷത്തോളമായി മിഷ്കാത്ത് ഗ്രൂപ്പിൽ തന്നെ. പക്ഷെ എങ്കിൽ ഒരു ഹദീസ് പോലും ഇന്നുവരെ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല. ഹസീന ടീച്ചർ പണ്ട് മുതലേ പറയലുണ്ട്, അല്ല നിങ്ങൾ എന്തെങ്കിലും പറയണം പക്ഷെ എങ്കിൽ എപ്പോ എടുത്തു വെക്കുവാക്കുന്നല്ലാണ്ട് പറയാനുള്ള ധൈര്യം ഇതുവരെ കിട്ടില്ല. ഇപ്പൊ മുംതാസ്താന്റെ കോഴ്സിലൂടെ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഇതിപ്പോ വന്നിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം, ബേണിംഗ് ഡിസൈർ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചത്. കാരണം നമുക്കത് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് സാധിപ്പിച്ചു തരൂ എല്ലാവരും. അതുപോലെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. കാരണം നമുക്കിപ്പോ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ പറയാതിരുന്ന നാളെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നുള്ളൊരു ഇതാവില്ലേ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് ഈ കോഴ്സിലേക്ക് ചേർന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് ഒരു ഫസ്റ്റ് ചാൻസ് കിട്ടുകയും ചെയ്ത്. ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളും പോരായ്മകളും എല്ലാം വന്നേക്കാം. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരിക. തെറ്റുകൾ എന്തെങ്കിലും വന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരിക, ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങാം അല്ലേ? തുടങ്ങിക്കോ. എൻ്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മടീനെ കുറിച്ചാണ്. അത് എന്നെ തന്നെ എന്റെ നഫ്സിനെ തന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സബ്ജക്ട് തന്നെയാണ് ഞാൻ. കാരണം നമ്മൾ ഒന്നും കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഒന്നും കൂടി ശരിയാവുക. അതുകൊണ്ട് ആണ് ഇത് ഞാൻ തെരഞ്ഞെടുത്തത്. എനിക്ക് വേണ്ടി തന്നെയാണ് ഈ സബ്ജക്ട് ഞാൻ പറയുന്നത്. ഞാൻ ഇതാകുന്നത് കൂടെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് വഹദഹു അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെ ഈ ലോകത്തും പരലോകത്തും വിജയത്തെ തടയുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും നമ്മുടെ വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തുന്നതുമായ ഒരു സ്വഭാവമാണ് അൽ കസൽ, അതായത് മടി എന്നത്. അലസത മടി എന്നുള്ളത് അത് നമുക്ക് ഒരുപാട് ഹൈറുകളെ തടയും, ഒരുപാട് ഷർറുകളെ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ദുആയിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാന്റെ റസൂൽ ധാരാളമായി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ അള്ളാന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടായിരിക്കും. അള്ളാന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിനൽ ഹമ്മി വൽ ഹസനി. അള്ളാഹുവേ, അമിതമായ ഉത്കണ്ഠയിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലായ്മയിൽ നിന്ന് മടിയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ അള്ളാഹുവിനോട് രക്ഷപ്പെടണം നമുക്കല്ലേ. ആ രക്ഷ തേടാൻ മാത്രം ഗൗരവമുള്ള മോശമായ സ്വഭാവമാണ് ഈ അലസത, മടി. കാരണം അള്ളാഹുവിന്റെ അഭയം തേടുകയാണ് അല്ലെ. അപ്പൊ അത്രമാത്രം ഗൗരവമുള്ളതാണ് അത്.
എന്താണ് അലസത എന്ന് പറഞ്ഞാൽ കസൽ, അത് രണ്ട് രൂപത്തിലാണ് ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, മനുഷ്യൻ ബുദ്ധിപരമായി മടി കാണിക്കും, അതാണ് കസൽ. കസൽ ആക്കൽ എന്ന് പറയുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടി പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാതെ, അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ, തന്റെ ബുദ്ധി കൊണ്ട് മടിയന്മാരായിരിക്കുന്ന ആളുകൾ, ധാരാളം ആളുകൾ, അവരൊന്നും ചിന്തിക്കൂല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ബുദ്ധിമാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫി ഫിൽ ലൈലി വന്നഹാരി ലആയാതി ലിൽ അൽബാബ് അല്ലദീന യദ്കുറുല്ലാഹ ഖിയാമൻ وقعودا وعلى جنوبهم يتفكرون في خلق السماوات والأرض അല്ലെ. അപ്പോ ബുദ്ധിമാന്മാരായ ആളുകൾ അടയാളം നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവർ അള്ളാഹുവിനെ ഓർമ്മിക്കുമെന്നാണ്. നിന്നും ഇരുന്നും കിടന്നു അല്ലെ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി അല്ലെ. അപ്പോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അവിടെ അവരുടെ ശരീരം പ്രവർത്തിക്കണമെന്നില്ല, പക്ഷെ തലച്ചോറ് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇരുന്നാണെങ്കിലും ശരി, കിടന്നാണെങ്കിലും ശരി, അവരുടെ തല പ്രവർത്തിക്കുന്നുണ്ടല്ലേ. അൽഹംദുലില്ലാ, നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ, നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് അല്ലേ, നമുക്ക് ഈ 1-2 മണിക്കൂർ എന്തായാലും അള്ളാന്റെ ദിക്റിലായിട്ട് നമ്മൾ, വലിയൊരു അള്ളാന്റെ അനുഗ്രഹം തന്നെയാണ്. അൽഹംദുലില്ലാ. റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില. പഠിച്ചവന് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. നരകത്തിൽ നിന്നും അവർ കാവലിനെ തേടുന്നതാണ്. എന്നാൽ ധാരാളം ആളുകൾ അവരുടെ ചിന്ത ഉപയോഗപ്പെടുത്തുന്നേ ഇല്ല അല്ലെ, മടിയന്മാരാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവർ ലാബിൽ തന്നെ കളിയും വിനോദവും തമാശയും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ ചിന്തകളെയും മരവിപ്പിക്കുന്ന ഡിവൈസുകൾ നമ്മുടെ കൈകളിൽ ഉണ്ടല്ലേ. മൊബൈൽ ഫോണായിട്ടും മറ്റു സംവിധാനങ്ങളായിട്ടും ഒക്കെ ഉണ്ട്. മൊബൈൽ ഫോൺ ഇതൊക്കെ നമ്മളത് എല്ലാ തരത്തിലും ഉപയോഗിക്കാം അല്ലെ. നമുക്ക് ഇതായിട്ട് ഇപ്പൊ ഇതന്നെ ഇപ്പൊ നമുക്ക് ഈ ക്ലാസ്സുകൾ ഇതൊക്കെ മൊബൈൽ ഫോൺ കൊണ്ട് തന്നെയല്ലേ. അതിലുള്ള ആപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. പലതരത്തിലുള്ള ആപ്പുകളും ഇതും കാര്യങ്ങളൊക്കെ, അതിനാ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത് വെറും എന്റർടൈൻമെന്റും അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ പ്രേരിപ്പിക്കുക, ഒന്നിലേക്ക് മനുഷ്യൻ പോകുന്നേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധിപരമായിട്ട് മടിയന്മാരായിട്ടിരിക്കുന്നു, അലസന്മാരായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ചിന്ത, വലാ ഖുർആൻ അല്ലെ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ലിയതബദ്ദറു ആയാത്തി. മൊത്തം ഖുർആനെ പറ്റിയും ചിന്തിക്കണം, ഖുർആനിലെ ഓരോ ആയത്തുകളെ കുറിച്ചും ചിന്തിക്കണം. പക്ഷേ നമ്മൾ മടിയന്മാരാണ്, ചിന്തിക്കുന്നില്ല, അർത്ഥം പഠിക്കുന്നില്ല, ആലോചിച്ച് ഇരിക്കുന്നില്ല. ദീനിനെ കുറിച്ച് പഠിക്കുകയോ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരു മഹത്തായ ഇബാദത്താണ് അല്ലെ. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട സഹാബികൾ പെട്ട മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സുദീർഘമായ ഖിയാമുൽ ലൈൽ നമസ്കാരത്തോളം വരുന്നതാണ് അല്പസമയം റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ചിന്തിക്കൽ എന്നാണ്. അത്രയും അതിന് ഇതുണ്ടെന്നാ പറയുന്നല്ലേ. അത്രയും വലിയ ഇബാദത്താണ്. കാരണം ഈ ആരാധനകൾക്കൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണതല്ലേ. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ വിഷയത്തിൽ മടിയന്മാരായ ആളുകളുണ്ട്. ഇത് ആഖിറത്തിന്റെ കാര്യമാണെങ്കിലും ദുനിയാവിന്റെ കാര്യത്തിൽ ആണെങ്കിലും ആളുകൾ ബുദ്ധി കൊടുക്കുന്നേ ഇല്ല. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഒരു സൽക്കാരം നടത്തുകയാണെങ്കിൽ ചിന്തിക്കുന്നില്ല അല്ലെ. അവർ മടിയന്മാരാണ്. അവർ ചിന്തിച്ചിരുന്നെങ്കിൽ, ആലോചിച്ചിരുന്നെങ്കിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കാനും ചർച്ച ചെയ്യാനും ആളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്, അനുഭവമുണ്ട് എല്ലാം. പക്ഷേ ദുനിയാവിലെ തന്റെ മനുഷ്യത്വം നന്നാക്കി തീർക്കാൻ ആവശ്യമായ എല്ലാ കഴിവും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടും എല്ലാവരും വിഡ്ഢികൾ തന്നെയായാണ് ചെന്ന് പോയി ചാടുന്നത് അല്ലെ. ഫൂളുകളായി വിഡ്ഢികളായി മാറുകയാണ് നമ്മൾ. എന്തുകൊണ്ട്? ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഭ്രാന്തനോ ബുദ്ധിഭ്രമോ മന്ദബുദ്ധിയോ ഒന്നുമല്ല. കാര്യങ്ങളൊക്കെ അതേപോലെ, പക്ഷെ കാര്യങ്ങളൊക്കെ അതേപോലെ ആവുകയാണ് അല്ലെ. എന്തുകൊണ്ടാണ്? ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല, മടിയന്മാരായി. അപ്പോൾ ഈ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും ചിന്തിച്ചാലേ നല്ലൊരവസ്ഥ ഉണ്ടാകും. ചിന്തിച്ചിട്ടില്ലെങ്കിൽ പരാജയം ഉണ്ടാകും. അങ്ങനെയുള്ള മടിയന്മാരാണ്. അപ്പൊ രണ്ടാമത്തെ മടിയന്മാർ എന്ന് പറഞ്ഞാൽ അത്
കസറുൽ ബദനാണ്, ശരീരം കൊണ്ടുള്ള മടി അല്ലെ. ഇബാദത്തുകൾ ചെയ്യാൻ മടി, നമസ്കരിക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, ഒരു പുസ്തകം വായിക്കാൻ മടി, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മടി, ഖുർആൻ ഹിഫ്ലാക്കാൻ മടി, ദിക്റുകൾ ചൊല്ലാൻ മടി, നല്ലത് എഴുതാൻ മടി, നല്ലത് പറഞ്ഞു കൊടുക്കാൻ മടി, ധനം ചെലവഴിക്കാൻ മടി, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അത് ആഖിറത്തിന്റെ ആണെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിലും മടിയന്മാരുണ്ട് അല്ലെ. ജോലിക്ക് പോവാതെ വെറുതെ വീട്ടിലിരിക്കുന്നവര്, കൃഷി ചെയ്യാൻ പാടമുണ്ട്, അവസരങ്ങളുണ്ട്, കൃഷി ചെയ്യുന്നില്ല, കച്ചവടം ചെയ്യാൻ സംവിധാനമുണ്ട്, കച്ചവടം ചെയ്യുന്നില്ല. അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിലും ശരീരം കൊണ്ട് മടി കാണിക്കുന്നവർ. ഈ രണ്ടു മടിയും ഈ ലോകത്തും പരലോകവും രണ്ട് ലോകവും നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. ഒരുപാട് ലാഭങ്ങളെ തടയും, ഒരുപാട് നന്മകളെ തടയും, പരലോകത്ത് വലിയ നഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയത്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹജ്ജി വൽ കസൽ. അല്ലാഹുവേ, ഈ അജ്സിൽ നിന്ന്. അജ്സ് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ ഒരാൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള കഴിവില്ല. അത് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട ഒരു കാര്യമാണ്. ആഗ്രഹം പോരല്ല, മറിച്ച് അത് ചെയ്യാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അത് നേടിയെടുക്കണം അല്ലെ. നമ്മളിപ്പോ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട നമ്മൾ നോക്കണല്ലേ. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ എന്താ, നമ്മളിപ്പോ ഒരു ആഗ്രഹം വന്നപ്പോ നമ്മളിപ്പോ ഈ കോഴ്സിന് ചേർന്നു, നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. അൽഹംദുലില്ലാ നമുക്ക് ഇന്നലെയുള്ള ഇപ്പൊ നമ്മള് ഇത് നോക്കണം. അപ്പൊ ശരീരം കൊണ്ട് ഉള്ളതാണെങ്കിൽ അങ്ങനെ അറിവ് കൊണ്ടുള്ളതാണ്. അങ്ങനെ നേടിയെടുത്ത് പഠിച്ചെടുക്കണം എന്നാണ് അർത്ഥം. പഠിച്ചിട്ടുണ്ടാക്കണം, അതാണ് അജ്സ്. നല്ല ഉദ്ദേശമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള കഴിവില്ല. റബ്ബിനോട് കാവൽ തേടേണ്ട കാര്യമാണത്. എന്നാൽ കസൽ എന്ന് പറഞ്ഞാൽ മടി എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സിലിറാത്തില്ല, ഉദ്ദേശമില്ല. അതിനാണ് കസൽ എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിന്റെ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ ഈ കസലാണ് പലപ്പോഴും അജ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ജമ്മു ചെയ്ത് ദുആ ചെയ്യാനുള്ള കാരണം. അഥവാ കഴിവുള്ളവനെ പോലും കഴിവില്ലാത്തവനെ പോലെ ആക്കി മാറ്റുന്ന മടിയുടെ പേരാണ് പണിയുടെ പേരാണ് മടി അല്ലെ. ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും, സമർത്ഥരാണ്, പക്ഷെ മടിയന്മാരായിരിക്കും അല്ലെ. അള്ളാഹു കഴിവ് നൽകി അതീവ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും കഴിവ് നൽകിയ ആളുകൾ ഉണ്ടാവും, പക്ഷെ മടി കൊണ്ട് അതൊന്നും ചെയ്യൂല അല്ലെ. വേറെ ചിലർക്ക് നല്ല ഇറാദത്തുണ്ട്, പക്ഷെ കഴിവില്ല. ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നതൊക്കെ. എനിക്കും ഇത് മടിയില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അങ്ങനെ ഞാനും എന്റെ മടിയും എന്റെ ഇതും മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ സബ്ജക്ട് തന്നെ എടുത്തത്. പിന്നെ അല്ലാണ്ട് ഞാനെല്ലാം ഇതായത് കൊണ്ടൊന്നല്ല ഈ പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകാൻ വേണ്ടി ദുആ ചെയ്യും. കഴിവില്ല, ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. മറിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രാക്ടീസ് ചെയ്യണം. ശരീരം കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ, ബുദ്ധി കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ, പിന്നെ ഇൽമ കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ. നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടിയില്ലാതെ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാണ് അല്ലെ. ഇമാം റാഹിബ് അൽ അസ്ഫഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ മിനൽ ഇൻസാനിയ അല്ലെ. തഅത്വൽ എന്ന് പറഞ്ഞാല് ആരെങ്കിലും ഒരു പണിയും എടുക്കാതിരിക്കുക, ആരെങ്കിലും ഒരു പണി എടുക്കാതിരിക്കുക, മടിയന്മാരായിരിക്കുക. വതബത്വല എന്ന് പറഞ്ഞാല് വേറെ ചില ആളുകളുണ്ട്, ഈ മടിയന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട് അല്ലെ. ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ ഉപകാരമില്ലാത്തതായിരിക്കും ചെയ്യുക. അതാണ് തബത്വൽ എന്ന് പറഞ്ഞാല്. ബാത്തുല ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, അല്ലെ ഇങ്ങനെ ഒരാൾ ചെയ്താല് എന്താ പറയുന്ന വെച്ചാല് ഇൻസലഖ മിനൽ ഇൻസാനിയ എന്നാണ്. അവർ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാണ്. കാരണം മനുഷ്യൻ ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. മാത്രല്ല ബൽ മിനൽ ഹയവാനിയ എന്നാ പറയുന്നത്, മൃഗം എന്ന അവസ്ഥയിൽ നിന്ന് തന്നെ അവൻ മാറിയെന്നാ പറയുന്നത്. അല്ലെ. അപ്പൊ എത്ര ഇതാണ് ഇതിന്റെ ഇത് പറയുന്നതല്ലേ. കാരണം നമ്മള് മനുഷ്യനും അല്ല മൃഗവും അല്ല, ആ അവസ്ഥയിൽ നിന്ന് മാറിയെന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിപ്പോയാല്. കാരണം മറ്റു മൃഗങ്ങൾ ആരും വെറുതെ ഇരിക്കില്ല എന്നല്ല, അവർക്ക് ചെയ്യേണ്ട നിശ്ചയിച്ച പണി എടുത്തോണ്ടേ ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത് അല്ലെ.
എന്നാൽ മനുഷ്യനാണ് ഈ എല്ലാ കഴിവും നൽകിയിട്ടും വ്യർത്ഥമായി ചെയ്യുന്നതും മനുഷ്യനാണ്. ഇനി ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ടെങ്കിൽ പോലും മടിയനായി ഇരിക്കുന്നത് മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ വസാരമിൻ ജിൻസിൽ മൗത്ത, പിന്നെ അവൻ മരിച്ചവനെ പോലെയാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ എന്നുവെച്ചാൽ നമ്മള് മരിച്ച മയ്യത്ത് പോലെയായി മനുഷ്യനായിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം അല്ലെ, ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ മരിച്ച ആളെ പോലെ ആണെന്ന് പറയുന്നത്. ഒരു ഉപകാരവുമില്ല, ഭൂമിക്കടിയിലുള്ള അതേ അവസ്ഥയാണെന്ന് പറയുന്നത്. നമ്മൾ ചില ആൾ പറയുന്ന കേൾക്കാം അല്ലെ, ഭൂമിക്ക് ഒരേ ഭാരമാണെന്ന് ചില ഒരു പറയുന്നത് കേൾക്കാം അല്ലെ. അതുപോലത്തെ ഒരു അവസ്ഥ ഭൂമിയുടെ മേലെ ആയിട്ടും അങ്ങനെ പിന്നെ ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനേ പാടില്ല. അതുകൊണ്ട് തന്നെ അലസതയെ, മടിയെ മാറ്റിവെച്ച് ബുദ്ധി കൊണ്ടും അങ്ങനെ മാറ്റിവെച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ദുനിയാവിലും ആഖിറയിലും രണ്ടും നേടിയെടുക്കാൻ നമ്മൾ അധ്വാനിച്ചേ മതിയാവും. നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടും അല്ലെ. നമുക്ക് നമ്മുടെ ഇത് നമ്മൾ ചെയ്തല്ലാണ്ട് നമ്മൾ തന്നെ അത് വേണ്ടി ഹാർഡ് വർക്ക് എന്തായാലും ചെയ്യണം അല്ലെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന കാര്യമാണ്, പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യാതെ ഒഴിവാക്കുകയാണെങ്കിൽ അവർക്ക് ദീനും ദുനിയാവും രണ്ടും കിട്ടുമായിരുന്നില്ല എന്ന് പറയുന്നു അല്ലെ. നമ്മൾ ഒരു പ്രയാസമുള്ള ഒരു കാര്യങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ദീനും ദുനിയാവും കിട്ടും. ഒരു സംഗതി പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞ് മാറി നിൽക്കായിരുന്നെങ്കിൽ ഈ ദുനിയാവ് ഉണ്ടാക്കാനോ നമുക്ക് കഴിയായിരുന്നില്ല, ദീൻ അഥവാ പരലോകം നേടിയെടുക്കാനും നമുക്ക് കഴിയില്ല അല്ലെ. അതുകൊണ്ട് ദീനും ദുനിയാവും പരലോകം ഇതൊക്കെ നേടിയെടുക്കാൻ നല്ല ശ്രമകരമായ അധ്വാനം തന്നെ ആവശ്യമാണ് അല്ലെ. അവിടെ ഈ അലസതയോ മടിയോ ദുർബലതയോ നമ്മൾ കാണിക്കാനേ പാടില്ല എന്നാണ്. മഹാനായ ഇമാം ഖതാദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ വലിയ മുഫസ്സിറായ മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത്, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, വിശ്വാസികളെ, നശാത്ത് അതായത് ഉന്മേഷവും ആവേശം ഉള്ളപ്പോൾ മാത്രമാണ് ഖൈർ നേടിയെടുക്കാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ആവുമ്പോൾ നീ എപ്പോഴും അലസനും മടിയനുമായി തീരും. കാരണം മനുഷ്യൻ ഫിത്രത്ത് അധികവും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫിത്രത്താണ് അല്ലെ. മനുഷ്യന്റെ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും അധികം ബുദ്ധിമുട്ടാതെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടമല്ലേ. നമുക്ക് സങ്കടവും കാര്യം അതല്ല, നമുക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലെ. അപ്പൊ അതൊരു ഫിത്രത്താണല്ലോ മനുഷ്യനുള്ളത്. അതിന് തന്നെ നമ്മള് വിട്ടുകൊടുത്താല് പിന്നെ നമുക്ക് പിന്നെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല അല്ലെ. ഇനി എനിക്ക് ഉന്മേഷമുള്ളപ്പോഴേ ഞാൻ ചെയ്യൂ, ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പലരും ധാരാളം ഹെയറുകൾ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് മടിയാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഉറക്കം തൂങ്ങുന്നില്ല തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ധാരാളം ഹെയറുകൾ മനുഷ്യൻ നഷ്ടപ്പെടുത്തുകയാണ് അല്ലെ. അപ്പൊ നമുക്കിങ്ങനെ 100% ഉന്മേഷം ഉള്ളപ്പോഴേ നന്മ ചെയ്യുമെന്നാണെങ്കിൽ നമുക്ക് ധാരാളം നന്മ ഇഷ്ടപ്പെടും അല്ലെ. അതുകൊണ്ട് ഒരു മുഅ്മിൻ പറഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് അല്ലെ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ ബാധ്യതകൾ കണിശ നിലപാടായിരിക്കണം എന്നാണ് പറയുന്നത്. അവന് കണിശ നിലപാടുണ്ടായിരിക്കണം. നമുക്ക് വിജയിക്കേണ്ട വിഷയത്തിൽ കണിശ നിലപാടുണ്ടാകണം. അതുപോലെ തന്നെ തഖ്വ ഉണ്ടായിരിക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനായിരിക്കണം. യഥാർത്ഥത്തിൽ വിശ്വാസികൾ രാവ് പകൽ ഒരുപോലെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ദിക്റുകളും നിസ്കാരവും നോമ്പും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നവരാണല്ലേ. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വിശ്വാസി എന്റെ റബ്ബേ എന്ന് ദുആ ചെയ്ത് കൊണ്ട് ഇരുന്നാൽ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അടുക്കിലേക്ക് അധ്വാനിച്ച് ശ്രമിച്ച് ഘട്ടം ഘട്ടമായി റഹ്മാനായ റബ്ബിലേക്ക് അടുക്കേണ്ടവരാണ്. അധ്വാനിക്കണം, പ്രവർത്തിക്കാതെ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നമ്മളിതേപോലെ ക്ഷീണവും രോഗവും ഒക്കെ ഉണ്ട്. പക്ഷെ നബി ഒരിക്കലും അങ്ങനെ ക്ഷീണം ഇതൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഒന്നിനും ഇതായില്ല. നമുക്കറിയാലോ, കാല് നീര് വരുന്നിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നബിയും കാരണം നമ്മളൊരു നല്ല അടിമയാവേണ്ടി പറഞ്ഞിട്ട് നമ്മള് അതേ സാധാ മനുഷ്യൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. നമുക്ക് ക്ഷീണവും കാര്യവും ഒക്കെ അല്ലെ.
മനുഷ്യരിൽ നിന്ന് മാക്സിമം എത്രയാണോ കഴിയുന്നത് അത്രയും പുറത്തേക്ക് വരണം, എന്നാലേ നമ്മൾ ആ ഇൻസാനിയത്തിൽ നിൽക്കുമെന്നാണ്. അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് മറിയം അല്ലെങ്കിൽ വസ്സലാത്തു വസ്സലാം, മറിയം ബീവി അല്ലെ, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭം അല്ലെ. മാത്രമല്ല ആളുകളിൽ തന്നെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയാണ് അല്ലെ. വിശപ്പുണ്ട് അല്ലെ. പൊതുവെ ഗർഭിണികൾക്കുണ്ടാകുന്ന എല്ലാ ദുർബലതകളും ഒരു സ്ത്രീ എന്ന ദുർബലതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈത്തപ്പഴം വേണം. റഹ്മാനായ റബ്ബ് മെഹ്റാബിൽ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. അള്ളാഹു ഒരു സന്ദർഭമാണ്, അതൊരു മുഅ്ജിസത്താണ് അല്ലെ, ഒരു കറാമത്തായിട്ട്. അതേ സന്ദർഭത്തിൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർഭിണിയായിരിക്കെ റബ്ബ് എന്താ പറഞ്ഞത്? ഇരുന്നോ, ഈത്തപ്പഴം താഴോട്ട് ഇട്ട് തരാന്നാണോ? അല്ല അല്ലെ, എത്തിച്ചു തരാന്നാണോ? അല്ല. ഗർഭിണിയോട് എന്താ പറഞ്ഞ? ആ ഈത്തപ്പഴം ഒന്ന് പിടിച്ച് കുലുക്കാൻ പറഞ്ഞല്ലേ. ആരോടാ പറഞ്ഞത്? ഗർഭിണിയോടാണ് ആവശ്യപ്പെടുന്നത്, സ്ത്രീയോടാണ് ആവശ്യപ്പെടുന്നത് അല്ലെ. പക്ഷെ തന്റെ ഭാഗത്ത് നിന്നും ഉള്ള ഒരു എഫേർട്ട് മാക്സിമം എത്രയാണോ കഴിയുന്നത് അല്ലെ, അല്ലെ, ഒരാളുടെയും കഴിവിൽപ്പെടാത്തത് അള്ളാഹു പറയില്ല അല്ലെ. പക്ഷെ നമ്മുടെ കഴിവിന്റെ മാക്സിമം എത്രയാണോ അത് നമ്മളിൽ നിന്ന് അള്ളാഹു പുറത്തു വരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള കഴിവ് മുരടിച്ചു പോയി അവസാനം നമ്മൾ ഈ പറയുന്ന അലസന്മാരും മടിയന്മാരും ഒന്നിനിറങ്ങിത്തിരക്കാത്ത ആളുകളായി നമ്മൾ മാറും. മാത്രമല്ല അലസതയുടെ ഉറവിടം എപ്പോഴും ഒരു അപകടമായ ഒരു ചിന്തയിൽ നിന്ന് കൂടി ആണെന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. അതെന്താണ്? നിഫാഖാണ് അല്ലെ, കാപട്യാണ്. ഇഖ്ലാസ് ഒരു മനുഷ്യനെ പ്രവർത്തിക്കുന്നവനാക്കി തീർക്കുമ്പോൾ കാപട്യം ഒരാളെല്ലാ നന്മകളിൽ നിന്നും പിറകോട്ട് വലിക്കും. സൂറത്തുൽ നിസായിലെ 142 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലേ, ഇന്നൽ മുനാഫിഖീന യുഖാദഊന അല്ലാഹു വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലി യുറാഊന الناس ولا يذكرون الله إلا قليلا. നിശ്ചയമായും കപടവിശ്വാസികൾ അള്ളാഹുവിനോട് വഞ്ചന പ്രവർത്തിക്കുകയാണ്, അവനാകട്ടെ അവരെ വഞ്ചിക്കുന്നവനാകുന്നു. അവർ നമസ്കാരത്തിൽ നിൽക്കുന്നത് ആയാൽ മടിയന്മാരായി കൊണ്ട് നിൽക്കുന്നതാണ്. അതെ, അവർ മനുഷ്യരെ കാണിക്കുവാനായി ചെയ്യുന്നു, അല്പമായിട്ടല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നതുമില്ല. അപ്പൊ ഇന്നൽ മുനാഫിഖീന, കപടവിശ്വാസികൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ നിൽക്കുകയാണെന്ന് പറയുന്നത്. യുഹാദി അള്ളാഹ്, മുസ്ലിമുകളായി അഭിനയിക്കുകയാണെന്ന്. വഹുവ ഖാദിഉഹും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെയാണ് തിരിച്ചു വിടുന്നത് അല്ലെ. ഇദാ ഖാമു സ്വലാത്ത, അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. മടിയന്മാരായിട്ടാണ് അവർ നമസ്കരിക്കാൻ നിൽക്കുന്നത് അല്ലെ. യുറാഊന നാസ്, അവർ ജനങ്ങളെ കാണിക്കുക എന്ന നിയ്യത്താണ് അല്ലെ. വലാ യദ്കുറൂന ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല എന്നാണ്. അപ്പോൾ മുനാഫിക്കുകളുടെ ഒരു സിഫത്താണ് മടി. അതുകൊണ്ടാണ് മുനാഫിക്കീങ്ങൾ മടിയന്മാരായി നിൽക്കുന്നു അല്ലെ. അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നുണ്ട്, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും മുനാഫിക്കുകൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് പറയണ്ടല്ലോ അല്ലെ. അങ്ങനെ ഏറ്റവും ഇതുള്ള നമ്മള് 5 നേരം നമസ്കാരം. അപ്പൊ അതിന് വരുമ്പോ അതിന് മടിയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഇത് പറയാനില്ലല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിൽ അവർ മടിയന്മാരാണ്. അവരുടെ മനസ്സിൽ പ്രത്യേക നിയ്യത്തൊന്നും ഇല്ല അല്ലെ, ഈമാനില്ല, ഒന്നുമില്ല. അപ്പോൾ ഈമാനിന്റെ കുറവ്, ഹുഷൂന്റെ കുറവ്, ഇഖ്ലാസിന്റെ കുറവ്, നിയ്യത്തിന്റെ അഭാവം, ഇതൊക്കെ മനുഷ്യനെ മടിയനാക്കി തീർക്കും. അവർ അതിന്റെ മന പോലും എന്താന്ന് അറിയുന്നില്ല അല്ലെ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, അവരുടെ പുറത്ത് കാണുന്ന ബോഡി മടിയാണ്, ഉള്ളിൽ യുറാവുന്നാസ്, ഹൃദയം ജനങ്ങളെ കാണിക്കാനും അകവും ഉള്ളിൽ കൊള്ളയും, മനസ്സിൽ ഇഖ്ലാസും ഇല്ല, പുറത്ത് മടിയും. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പറയാൻ. നമ്മൾ അങ്ങനെയുള്ള ഇത് നമ്മളെല്ലാവരും പഠിച്ചോൻ കാക്കട്ടെ അല്ലെ. രണ്ടും ഫസാദായവരാണ്. നമ്മളെല്ലാവരെയും മറ്റേ നരകത്തോട് കാക്കട്ടെ. മുനാഫിഖ് ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ പഠിച്ചോൻ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഹൃദയത്തിൽ നല്ല ഇഖ്ലാസ്, നിയ്യത്ത്, ഖുശൂ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അറിവ്, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് അതിന്റെ ഒരു ചൈതന്യം ശരീരത്തിൽ ഇങ്ങനെ കാണാം, പ്രവർത്തനം കാണണം.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ രാത്രി ഉറങ്ങുമ്പോൾ പിശാച് അയാളുടെ ചുരടിയിൽ 3 കെട്ടുകൾ കെട്ടുന്നു. 3 കെട്ടുകൾ കെട്ടുന്നതാണ്. 3 കെട്ടുകൾ പിശാച് കിടും. അള്ളാഹുവിന്റെ റസൂലിന്റെ വൈദ്യന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പറയുന്ന കാര്യം. നാം അതിനെ നിഷേധിക്കാൻ പാടില്ല അല്ലെ. അതെങ്ങനെയാ ശൈത്താൻ കെട്ടുന്നേ? അതൊക്കെ റബ്ബിന് അറിയാവുന്ന കാര്യമാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നാം അള്ളാന്റെ റസൂലിനെ സത്യപ്പെടുത്തുന്നു. അതുപോലെ ഇതിന് പാഠങ്ങൾ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 കെട്ടും. ഈ 3 കെട്ടിൽ പിശാച് അതിലൊരു ചീത്ത മന്ത്രം പറയുന്നുണ്ട്. ഈ കെട്ട് കെട്ടുമ്പോൾ അതാണ് വമിൻ ശർരി നഫാസാത്ത് എന്നില്ല, കെട്ടുകളിൽ ഊതുന്ന നഫാസാത്തുകളുടെ ഷർറുകളിൽ നിന്നും അതിലൊന്നാണ്. അതിൽപ്പെട്ട ഒരു കെട്ടാണ് ഈ കെട്ടൽ. ഈ ഓരോ കെട്ട് കെട്ടുമ്പോഴും പിശാച് അതിൽ പറയുന്നത്, പിശാച് പറയത്രേ, രാത്രി ഒരുപാട് ദൈർഘ്യമുണ്ട്, ബാങ്ക് കൊടുക്കാൻ ഇനി സമയമുണ്ട്, ഉറങ്ങിക്കോ. നോക്കി ആ മന്ത്രം അതിലുള്ള എത്ര ചീത്തയാണല്ലേ. ഇങ്ങനെ രാത്രി ഒരുപാട് ദൈർഘ്യമുണ്ട്, ബാങ്ക് കൊടുക്കാൻ ഇനി സമയമുണ്ട്, ഉറങ്ങിക്കോ. ഇതാണ് ശൈത്താൻ അത് മന്ത്രിക്കുന്നത്. പക്ഷെ ഈ 3 കെട്ടിന് എങ്ങനെ പൊട്ടിക്കണം എന്നുള്ളതല്ല. ഒന്നാമത്തെ പൊട്ടിക്കല് അലസത ഇല്ലാണ്ടാക്കാൻ, മടിയെ ഇല്ലാണ്ടാക്കാൻ ആദ്യത്തേത് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കണം. ഇത് ഇതിലുള്ള ഉറക്കം ഉണ്ടെന്ന് പറയുന്നത്. ഒന്ന് ശരീരം കൊണ്ടുള്ള ഉറക്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കൽ, അലാറോ ബാങ്ക് വിളിയോ അല്ലെ നമ്മ ആരെങ്കിലും വിളിച്ച ഉടനെ അള്ളാഹിനെ ഓർമ്മയാണെന്നാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ അല്ലാതെ മനസ്സിന്റെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന മടിയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും അല്ലെ. മറ്റേത് ശരീരവും കണ്ണും ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മരിച്ച ആളിനെ പോലെയാണ്. നമ്മളെല്ലാം അറിയുന്നുണ്ട്, കണ്ണും ശരീരവും ജീവനും ശ്വാസം ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അവൻ ചെയ്യുന്നില്ല. ഉറക്കിൽ നിന്ന് അള്ളാനെ ഓർക്കുമ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാനെ ഓർക്കുമ്പോൾ പിശാചിന്റെ ഒരു കെട്ട് അയഞ്ഞു പോകുമെന്നാണ്. പക്ഷെ ഇനി 2 ബാക്കിയുണ്ടല്ലേ. അങ്ങനെ വീണ്ടും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വുളു എടുക്കുന്നതോട് കൂടി 2ാമത്തെ കെട്ടും അയഞ്ഞു പോകുന്നതാണ്. അപ്പോഴും ഒരു കെട്ട് ബാക്കിയുണ്ട്. അങ്ങനെ നമസ്കരിച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന നമസ്കാരം സുബ്ഹി നമസ്കാരമാണ്. എന്നാൽ അത് ഖിയാമുൽ ലൈലാണെങ്കിൽ കുറച്ചുകൂടി അഫ്ദലുമാണ്. പിശാച് മന്ത്രിച്ച് കെട്ടിയ ആ കെട്ടുകളെല്ലാം അഴിഞ്ഞുപോയി. അങ്ങനെ പിശാചിന്റെ കെട്ടഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് അന്നത്തെ ദിവസം നല്ല ഉന്മേഷമായിരിക്കും, മടിയൊന്നും ഉണ്ടാവില്ല, അലസത ഉണ്ടാവില്ല. എന്നാൽ ആ ദിവസം സുബ്ഹി അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിലോ കിടന്നുറങ്ങി നഫ്സും ചീത്തയായിരിക്കും, എന്നാൽ അയാൾ മടിയനുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അലസതയും മടിയും ഉണ്ടാവാനുള്ള കാരണം ഈ 3 കെട്ടുകളും അഴിഞ്ഞിട്ടില്ല. പിശാചിന്റെ ഈ കെട്ട് അവിടെ തന്നെ ഉണ്ട്. പിശാചിന്റെ കെട്ടുള്ള കാലത്തോളം നിങ്ങൾക്ക് ഒരു ഉന്മേഷവും ഉണ്ടാവില്ല, അലസതയും മടിയും. യഥാർത്ഥത്തിൽ അത് പിശാചിന് വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. മനുഷ്യൻ മറിച്ചിടുന്ന പോലെ, ഉലമാക്കൾ പറഞ്ഞതുപോലെ, അത് തന്റെ മുഖത്തിട്ട പുതപ്പ് മാറ്റാൻ വരെ കഴിവില്ലാത്ത വിധം കൈകളെ അവൻ തളർത്തി കളയുന്ന പറയുന്നു. അനുഭവങ്ങളാണ് അല്ലെ. ബാങ്ക് കേൾക്കുന്നുണ്ട്, ഹയാൽ ഫല സലാത്ത് എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ പുതപ്പ് നീക്കാൻ പോലും കൈക്ക് ശക്തി ഇല്ലാത്ത വിധം നമ്മളെ കട്ടിൽ അങ്ങനെ കിടത്തി കളയുന്ന പറഞ്ഞു ശൈത്താൻ. ഒരു പണിയും എടുക്കാതെ കസേരയിൽ അങ്ങനെ ഇരുത്തി കളയുന്നതാണ്. വീട്ടിൽ തന്നെ വാതിലും പൂട്ടി അങ്ങനെ ചടപ്പിച്ചാൻ കളയും ശൈത്താൻ. അതൊക്കെ ചെയ്യും. കാരണം ഈ കെട്ടാണ് പിശാചിന്റെ കെട്ട്. ഈ കെട്ടിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് നശാത്ത് ഉണ്ടാകുന്നത് അല്ലെ, ഉലമാക്കൾ പറയുന്നത്. ഒരു വിശ്വാസി എപ്പോഴും വുളു ഉള്ള ആളായിരിക്കണം അല്ലെ. കാരണം വുളു ഈ കെട്ടിനെ അയക്കുന്നതാണ്. 2ാമത്തെ എന്താ, നമ്മള് ദിക്റുൽ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം. രാവിലെയും വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റുള്ള ദിക്റുകള്. ഇത് പതിവാക്കുന്ന ആളെപ്പോഴും ഉന്മേഷമുള്ള അല്ലെ, മടി അവരെ പിടികൂടിയില്ല. പിന്നെ നമസ്കാര ശേഷമുള്ള ചൊല്ലേണ്ട ദിക്റുകള്, പ്രത്യേക സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട അദ്കാറുകള്, അതാണല്ലേ. എഴുന്നേറ്റ് അള്ളാനെ ഓർത്താൽ എന്നാണ് പിശാചിന്റെ എന്തെങ്കിലും നിരക്കുള്ള സ്പർശനോ ബാധയോ മുത്തക്കിങ്ങളെ ഏറ്റാൽ അവർ ഉടനെ ഓർക്കുകയും റബ്ബിനെ ഓർത്തുകൊണ്ട് ഉൾക്കാഴ്ച ഉള്ളവരായി തീരുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് ഈ ദിക്റുകൾ എന്നും ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ
ഒരാൾ ജമ്മായി ചെയ്താൽ, ഒന്നെന്താണ് ദിക്റ്, മറ്റൊന്ന് വുളുവ്, മറ്റൊന്ന് 5 വക്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ഒരാൾ മടിയനായിരിക്കുകയില്ല. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ചരിത്രമായ ഒരിങ്ങനെ നോൺ മുസ്ലിംങ്ങളിൽപ്പെട്ട ചരിത്രമാണ് പറയുന്നത്, മടിയന്മാരായ അറബ് സമൂഹത്തെ 5 വക്ത് നമസ്കാരത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലസതയിൽ നിന്നും അവരെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങാനും ഇരിക്കാനും ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളാണ് അള്ളാഹു നമസ്കാരം നിശ്ചയിച്ചത്. ഒന്ന് സുബ്ഹിയുടെ സമയം, മറ്റൊന്ന് ഉച്ചന്റെ ഉച്ചന്റെ ഒരു സമയം. ആ ഉറക്കത്തിൽ അതേ ഒരു സന്ദർഭമാണ് 2 തണുപ്പ് എന്ന് പറഞ്ഞ അസ്ർ, പിന്നെ മഗ്രിബ്, ഇശ. അപ്പോൾ മനുഷ്യനെ മടിയിൽ നിന്ന് നമ്മൾ അകറ്റുന്നതാണ് നമ്മൾ ആ വുളു എടുത്ത് നിസ്കരിച്ചാൽ നമുക്ക് നല്ല ഉന്മേഷം കിട്ടുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം കുറയുന്നോ അത്രമാത്രം പിശാചിന്റെ ഒരു വലയത്തിൽ മനുഷ്യൻ അകപ്പെട്ടു പോവുകയും അവൻ അലസനും മടിയനുമായി തീരുകയും ചെയ്യുന്നതാകുന്നു. അതുകൊണ്ട് ആ അലസതയും മടിയും ഈ ലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം വരുത്തുന്നതാണ്. അത് എന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ അലസതയുടെ ഷർറിൽ നിന്ന് നമ്മെ ഏവരെയും കാത്ത് കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മരിച്ചു പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസ്സലാമു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Please